ഫെസ്റ്റീവ് സീസൺ ആണല്ലോ ഇപ്പോൾ. ഈ ഒരു സമയത്താണ് നമുക്ക് മൊബൈല്, കാറുകൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ വാങ്ങാൻ കൂടുതൽ ആവേശമുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പഴയ കാർ വിറ്റിട്ട് ഒരു പുതിയ കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സമയമാണിത്. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ദീപാവലി കാര്യമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ലെങ്കിലും നാഷണൽ ലെവലിൽ അത് വളരെ വലിയൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ സമയത്ത് വാഹന നിർമ്മാതാക്കളെല്ലാം അവരുടെ പല മോഡലുകൾക്കും നല്ലൊരു രീതിയിൽ ഓഫറുകളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി GST കുറച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതും ഇപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 28% ഉണ്ടായിരുന്ന GST ഇപ്പോൾ 10% കുറഞ്ഞ് 18%ആയി. അപ്പോൾ പല വാഹനങ്ങൾക്കും ഒരു 40,000 മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ബെനിഫിറ്റ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള ഒരു പഴയ കാർ മാറ്റിയിട്ട് ഒരു പുതിയ കാർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പെർഫെക്റ്റ് ടൈം ഇത് തന്നെയാണെന്ന് പറയാം. അത് മാത്രമല്ല ബ്രാൻഡ് ഷോറൂമുകളൊക്കെ ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, അങ്ങനെ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഒക്കെ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു യൂസ്ഡ് കാർ വിൽക്കാൻ നടക്കുന്ന ആൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ എത്ര പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന നമ്മുടെ വാഹനമായാലും ബ്രോക്കർമാരും വാഹന ഡീലർമാരും അതിനാൽ റാൻഡമായിട്ട് അവർക്ക് തോന്നുന്ന ഒരു പ്രൈസ് അങ്ങോട്ട് പറയും. നമ്മൾ നല്ല രീതിയിൽ സർവീസൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വാഹനമാണെങ്കിൽ പോലും അവർ വന്നിട്ട് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് തീരെ വില കുറച്ച് കാണും. ഇതൊരു മെയിൻ പ്രശ്നമാണ്. അതിനൊരു പരിഹാരമുണ്ട്. കാർസ് 24 എന്നും സ്പിന്നി എന്നും പറഞ്ഞുള്ള 2 പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏകദേശം 20 വർഷത്തിന് മുകളിലായിട്ട് നമ്മുടെ ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് കാർ സെല്ലിംഗ് പ്ലാറ്റ്ഫോംസാണ് സ്പിന്നിയും കാർസ് 24ഉം. ഇന്ത്യയിൽ യൂസ്ഡ് കാർസ് വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 പ്ലാറ്റ്ഫോംസാണിവ. അപ്പോൾ ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഇൻസ്പെക്ഷൻ ലഭിക്കും. അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വാഹനം സൗജന്യമായിട്ട് ഫുള്ളായിട്ട് അനലൈസ് ചെയ്യും. എന്നിട്ട് ആ ഒരു വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ കുറവ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്നിട്ട് നമ്മുടെ വാഹനത്തിന് ഒരു കോട്ടും അവർ നിശ്ചയിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ 2 പേരെയും ബന്ധപ്പെടാം. അങ്ങനെ ഇവർ 2 പേരെയും ബന്ധപ്പെട്ടിട്ട് കോട്ട് എടുക്കുക, അവരുടെ റിപ്പോർട്ടും തേടുക. അതിനുശേഷം ആരാണോ റേറ്റ് കൂടുതൽ പറയുന്നത്, ഇപ്പോൾ ഇവർ 2 പേരിലാണെങ്കിൽ അവർ 2 പേരിൽ ഒരാൾ, അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ മറ്റൊരാൾ, നമുക്ക് അവർക്ക് വാഹനം വിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ 2 പേരെയും ബന്ധപ്പെട്ടിട്ട് ഫ്രീ ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ പോയി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിലൂടെ തന്നെ സൗജന്യമായിട്ട് തന്നെ ഈ ഒരു പ്രൊഫഷണൽ ചെക്കപ്പ് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അവർ വീട്ടിൽ വന്നിട്ട് വാഹനം അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് തരും. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത് നമുക്കും നമ്മുടെ വാഹനം വാങ്ങുന്നവർക്കും ഒരുപോലെ ഗുണപ്രദമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാർസ് 24ലും സ്പിന്നിയിലും ഒരേ സമയം തന്നെ ആ ഒരു ഫ്രീ ഇൻസ്പെക്ഷനായിട്ട് ബുക്ക് ചെയ്യുക. അതിലിപ്പോൾ കാർസ് 24 ആണെങ്കിൽ എന്തായാലും വീട്ടിൽ തന്നെ വന്നിട്ട് ഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് ചെക്കപ്പ് ചെയ്ത് റിപ്പോർട്ട് തരും. പിന്നെ സ്പിന്നിക്ക് ചില സ്ഥലങ്ങളിൽ അവർ ഹോം ഇൻസ്പെക്ഷൻ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ചിലയിടത്ത് നമ്മൾ ചിലപ്പോൾ അവരുടെ സെൻറ്ററിലേക്ക് കൊണ്ട് ചെല്ലേണ്ടി വരും. എന്നാലും അവിടെ ഇൻസ്പെക്ഷൻ സൗജന്യമാണ്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വാഹനമൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും തന്നു, കോട്ടും തന്നു. നമുക്ക് പ്രൈസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാഹനം അവർക്ക് വിൽക്കാം. അപ്പോൾ അവർ വഴി വാഹനം വിൽക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു ചില ഗുണങ്ങൾ കൂടി ഉണ്ട്, അതായത് എക്സ്ട്രാ ബെനിഫിറ്റ്സ്. അതെന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരുന്നോ? അപ്പോൾ അതിലൊന്നാമത്തത് ഡോർ സ്റ്റെപ്പ് സർവീസ്. അവർ നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വാഹനം ചെക്ക് ചെയ്തു. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് വാഹനം കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും അവർ തന്നെ അറേഞ്ച് ചെയ്തോളും. അവർ തന്നെ വാഹനം വീട്ടിൽ കൊണ്ടുതരികയും ചെയ്യും. പിന്നെ രണ്ടാമത്തേത് ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ഫർ. ഇപ്പോൾ RC ബുക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. എല്ലാം അവർ തന്നെ ചെയ്തോളും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ആക്കേണ്ട കാര്യമേ ഇല്ല. ഇനി മൂന്നാമത്തത് ഇൻസ്റ്റൻറ്റ് ആൻഡ് സെക്യൂർ പേയ്മെൻറ്റ്. നമുക്ക് പേയ്മെൻറ്റിനെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട. ക്യാഷൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരും. സെക്യൂർ ആണ്, ഒരു പേടിയും വേണ്ട. ഇനി നാലാമത്തെ ബെനിഫിറ്റ് പറയുന്നത് സെല്ലർ കവച് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാഹനം വിറ്റതിന് ശേഷം എന്തെങ്കിലും ചലാൻ വരുന്നു, ഫൈൻ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. എല്ലാം ക്ലിയർ ആയിട്ട് ഒരു വാഹനം കൊടുക്കുകയും ഉള്ളൂ. അങ്ങനത്തെ ആ ഒരു ആഫ്റ്റർ സെയിൽസിന് ശേഷം നമുക്ക് ഒരു ടെൻഷനും വേണ്ട. പിന്നെ അടുത്തത് ഫ്രീ ലീഗൽ സപ്പോർട്ട്. നമ്മൾ ഇപ്പോൾ ഒരു വാഹനം വിറ്റതിന് ശേഷമോ അല്ലെങ്കിൽ വാഹനം വിൽക്കുന്ന സമയത്തോ നമുക്ക് ലീഗലായിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഇവർ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ ഇവർ RC ട്രാൻസ്ഫർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ RC ബുക്ക് മാറ്റാനായിട്ട് നമ്മൾ RTO ഓഫീസൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് കാർസ് 24 തന്നെ എല്ലാം ചെയ്തോളും. ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ടത് AI പവേർഡ് പ്രൈസിംഗ് ആണ്. അതായത് ഇപ്പോൾ ബ്രോക്കർമാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നോർമൽ ഡീലർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വായി തോന്നുന്ന റാൻഡം ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കുമല്ലോ പറയുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവർ നമുക്ക് ആ ഒരു നമ്മുടെ വാഹനത്തിൻ്റെ റിപ്പോർട്ട് AI വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അത്തരത്തിൽ ആ ഒരു കണ്ടീഷനുള്ളൊരു വാഹനത്തിന് എത്ര രൂപ കിട്ടും, അത് ആ ഒരു മാർക്കറ്റിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എക്സാക്ട് ടൈമിലുള്ള റേറ്റ് ആയിരിക്കും നമുക്ക് തരിക. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും പക്കാ ട്രാൻസ്പെറൻ്റ് ആണ്. കാരണം ഇതിനിടയിൽ വേറൊരു ഇടനിലക്കാരനില്ല, ഒരു ഹിഡൻ ചാർജ് ഇല്ല, നമുക്ക് ടെൻഷനും ഇല്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു പ്രൊഫഷണൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കാർസ് 24ൽ എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം.
അപ്പോൾ അതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പേജിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് പ്രൈസ് എന്ന് അമർത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു വാഹനത്തിൻ്റെ വിവരങ്ങൾ ഇതുപോലെ അവിടെ വരും. ശേഷം നമ്മൾ കൺഫേം അമർത്തിയിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് OTP കൺഫേം ചെയ്തതിനാൽ ഇതുപോലെ അവർ വാഹനത്തിന് ഒരു വില കാണിക്കും. ഇപ്പം നമ്മൾ കാണുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു പ്രാഥമിക കോട്ട് മാത്രമാണ് കേട്ടോ. അതായത് അവർ വാഹനം വീട്ടിൽ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് ശേഷം മാത്രമായിരിക്കും കറക്റ്റായിട്ടുള്ള റേറ്റ് ഇടുക. ഇനി നമ്മളിവിടെ ബുക്ക് ഇൻസ്പെക്ഷൻ അമർത്തിയിട്ട് എവിടെയാണ് വാഹനം ഇൻസ്പെക്ഷനായിട്ട് വരേണ്ടതെന്നുള്ള ആ വിവരങ്ങൾ ഇതുപോലെ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൺഫേം ലൊക്കേഷൻ അമർത്തി കഴിഞ്ഞാൽ കാർസ് 24ൻ്റെ ഏത് ബ്രാഞ്ചാണ് നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ദിവസമാണ് ഇൻസ്പെക്ഷൻ വരേണ്ടതെന്ന് കൂടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബുക്ക് ഇൻസ്പെക്ഷൻ അമർത്തുക. ഇങ്ങനെയാണ് കാർസ് 24ൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു പ്രൊഫഷണൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്പിന്നിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു പ്രൊഫഷണൽ ഇൻസ്പെക്ഷനായിട്ട് ബുക്ക് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് സ്പിന്നിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സ്പിന്നിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ പേരും ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ OTP കൺഫേം ചെയ്യുക. ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് മറ്റ് മോഡൽ വിവരങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇറ്റി സെലക്ട് ചെയ്തിട്ട് ശേഷം എന്നാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇൻസ്പെക്ഷനായിട്ട് വാഹനം ലഭ്യമാകുന്ന ലൊക്കേഷനും ഡേറ്റും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബുക്ക് ഇവാലുവേഷൻ അമർത്തി കഴിഞ്ഞാൽ സ്പിന്നിൽ നമുക്ക് നമ്മുടെ വാഹനം പ്രൊഫഷണൽ ഇൻസ്പെക്ഷനായിട്ട് സബ്മിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വാഹനത്തിന് ഒരു പ്രൊഫഷണൽ ഇൻസ്പെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്പിന്നിലായാലും കാർസ് 24ലായാലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വാഹനത്തിന് ഒരു ഫ്രീ ആയിട്ടുള്ള ഹോം ഇൻസ്പെക്ഷനും റൈറ്റ് വാല്യൂവും കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനും നമ്മൾ എന്തായാലും ഈ കാർസ് 24നെയും സ്പിന്നെയും ഒന്ന് ആശ്രയിക്കുക. നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന സർവീസ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഹോം ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് വെറുതെ സമയം കിട്ടുമ്പോൾ ബുക്ക് ചെയ്തോ. എങ്ങനെയാണ് ബുക്ക് ചെയ്യണമെന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാർ നിങ്ങൾ വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബ്രോക്കർമാരുടെ അടുത്തും ഏതെങ്കിലുമൊക്കെ ഡീലർമാരുടെ അടുത്തൊക്കെ ആ വാഹനവും കൊണ്ടുവന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാക്സിമം പ്രൈസും ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റും കംപ്ലീറ്റ് പ്രൊട്ടക്ഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ കാർസ് 24നെയും സ്പിന്നിയെ നിങ്ങൾക്ക് ആശ്രയിക്കാം. അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഹോം ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്.